ബംഗ്ലാദേശിൽ വീണ്ടും വലിയ രീതിയിൽ കലാപമുണ്ടായിരിക്കുന്നു. അവിടെ ജൻസി പ്രക്ഷോഭം നയിച്ച ആൾ തന്നെ അജ്ഞാതന്റെ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണം തുടരുന്നു. മാസങ്ങൾക്ക് മുൻപ് കണ്ടത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണല്ലോ. അല്ല, ഈ ബംഗ്ലാദേശിൽ നടന്നത് ഒരു ഇറ്റ് ഈസ് എ റിവോൾട്ട് ഓഫ് ബാസ്റ്റാർഡ്സ്, തന്തയില്ലാത്തവന്മാരുടെ സമരമാണ്. എനിക്ക് നിൻ്റെ അച്ഛനാരെന്നറിയില്ലേ? എനിക്ക് എൻ്റെ വാപ്പാരെന്നറിയാം ആണല്ലോ. അതില്ലാത്ത അവസ്ഥയിൽ അറിഞ്ഞൂടാത്തൊരവസ്ഥ. അങ്ങനെ നിൽക്കുന്ന ആളുകൾ നടത്തിയ സമരമാണ് ബംഗ്ലാദേശിലെ സോക്കോൾ ഇപ്പോൾ നടന്ന വിമോചന പോരാട്ടം. എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു? അതുകൊണ്ട് ഞാൻ ആലോചിക്കണം, ഒരാളെ തന്തയില്ലാന്ന് വിളിക്കുമ്പോൾ അതിന് കാരണം വേണ്ടേ? നീ ഞെട്ടിപ്പോയ അല്ല, കാരണം അവർ രാഷ്ട്രപിതാവിൻ്റെ വീട് വരെ കത്തിക്കുകയാണ്. അതാ പറഞ്ഞത്. അപ്പം അവർ ആരുടെ സന്തതിയാണ്? മുജീബ് റഹ്മാൻ്റെ സന്തതി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഡിസൈപ്പിളോ സക്സസേഴ്സോ അല്ല. പിന്നെ ആരുടേതാണ്? ഉൾസേവയ്ക്ക് വന്ന പാകിസ്ഥാൻകാരൻ്റെ മക്കളാണ്. ബംഗ്ലാദേശ് കൊണ്ട് കിഴക്കൻ പാകിസ്ഥാൻ ആയിരുന്നല്ലോ. ജിന്ന പോലും ഈ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് ബ്രിട്ടീഷുകാരും അതായത് ബംഗ്ലാദേശിലെ തലതിരിഞ്ഞവന്മാരും കൂടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ്. അപ്പം അവിടെ ഈ പാകിസ്ഥാൻ രാജ്യം രൂപീകരിച്ചതിന് ശേഷം ബംഗ്ലാദേശുകാർക്ക് അതിശക്തമായ ഒരു ബംഗാൾ ദേശീയതയുള്ള ആളുകളാണ് ഈ ബംഗാളികൾ. അതുകൊണ്ട് ഈ ബംഗാളികൾ അതായത് തമിഴന്മാരെ പോലെ തന്നെ നമ്മൾ പേടിക്കേണ്ട, സൈലൻ്റായി പേടിക്കേണ്ട ആളുകളാണ് ഈ ബംഗാളികൾ. അവരവരുടെ ഐഡൻറ്റിറ്റിയും ആധുനിക ഇന്ത്യ ഉണ്ടാക്കിയത് അവരാണ് എന്നൊക്കെ വിചാരിച്ചെടുക്കുന്നത്. എന്നാൽ പുറത്തത് കാണിക്കാത്ത അതിശക്തമായ ബംഗാളി ഫീലിംഗ്, മൗലികവാദമുള്ള ആളുകളാണ്. ഇവിടെ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞ CPM അല്ലെ SFIക്കാരുടെയൊക്കെ ഇവന്മാർക്ക് പുച്ഛായിരുന്നു. JNUവിൽ ഇവന്മാരും വരുമല്ലോ. ഇവന്മാരെ വിചാരം ഇവന്മാരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ കുത്തുവാള എടുത്ത് ഇപ്പം പിണറായി വിജയൻ പറയുന്നത് കേൾക്കണം. അതാണ് പിണറായി കണ്ടെടുത്താൽ കണ്ടുകൂടാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ഈ ബംഗ്ലാദേശിലേക്ക് കുറേ പഞ്ചാബികളായ സൈന്യത്തെ ആരയച്ചു? പാകിസ്ഥാൻ അയച്ചു. അല്ല, പാകിസ്ഥാൻ ഒരു തലവേദനയാണ്. ഇവർ പാകിസ്ഥാൻ്റെ ഭാഗമായി നിൽക്കാൻ തയ്യാറല്ല. കുറച്ച് നേതാക്കന്മാരെ തയ്യാറായിരുന്നു. അവന്മാരവിടെ വന്നിട്ട് സകല വീടുകളിലും കയറി ഞെരങ്ങി. എന്ന് പറയാൻ ഉറുദു സംസാരിക്കുന്ന പിള്ളേരുണ്ടായി. അവിടെയുള്ള ഹിന്ദുക്കളെ ഒക്കെ ഭീകരമായിട്ട് വംശഹത്യ ചെയ്തു. അവരോട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. ഹൃതിക് ഘട്ടക്കിനൊക്കെ സിനിമയിലെ വിഷയം അതാണ്. ഇവിടെ ആരും സംസാരിക്കാറില്ല. അപ്പം ലജ്ജ എന്ന് പറഞ്ഞ നോവലുണ്ട്. അതായത് നിങ്ങൾ ഹൃതിക് ഘട്ടക്കിൻ്റെ നോവലൊക്കെ ഇതാണ്. പക്ഷെ അത് ഹൃതിക് ഘട്ടക് അങ്ങനെ ഓപ്പണായി പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സിനിമകളിലുള്ളത്. അങ്ങനെ ഉണ്ടായ കുറേ ഇപ്പം അങ്ങനെ ജനിച്ചു എന്ന് വിചാരിച്ച് റേപ്പ് ചെയ്യപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് അത് തെറ്റൊന്നല്ല. അതിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞാലും അവൻ ഏത് ദേശീയത അതിനെ ആക്കുന്നുള്ളത്. നിങ്ങൾ ഇൻ്റലക്ച്വലി എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ എണ്ണം ഇൻ്റലക്ച്വലി പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. അവരാണ് പിന്നെ അവിടെയുള്ള ദേശീയവാദികളെല്ലാം ആക്രമിച്ചതും മുജീബ് റഹ്മാനെ അവർക്കെതിരെ സമരം തുടങ്ങിയതും അവർ ഇന്ത്യയുടെ സഹായത്തോടു കൂടി അവർ ജയിക്കുന്നതും. ആ സമരത്തിനിടയ്ക്ക് ഓരോരോ വില്ലേജുകളിൽ പോയിട്ട് അവിടെയുള്ള ആണുങ്ങളെ മൊത്തം കൊന്നുകളും സ്ത്രീകളെ മൊത്തം റേപ്പ് ചെയ്യാനായി പാകിസ്ഥാൻ ഈ ഉറുദു സംസാരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജോലി. അന്ന് അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ. മനസ്സിലായോ? ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളാണ് ഇപ്പോൾ ഈ മുജീബ് റഹ്മാന്റെ മോക്കെതിരെ ഈ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയത്. അതായത് ആ രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യത്തിനെതിരെ സമരം ചെയ്തവർ, ദേശീയ സമരത്തിൽ പാകിസ്ഥാൻ്റെ ഒറ്റുകാരായവർ, സൺ ഓഫ് നോബഡീസ്, ബാസ്റ്റാർഡ്സ്, സൺ ഓഫ് പാകിസ്ഥാനീസ്, അവരാണ്. ഒന്നീ ഇൻ്റലക്ച്വലി സൺ ഓഫ് പാകിസ്ഥാനീസ്. ഈ മൗദൂദിൻ്റെ ആളുകളാണല്ലോ, തീവ്രവാദത്തിൻ്റെ ആളുകളാണ്. ആ തീവ്രവാദികൾ അവർക്ക് ഒരു കാലം അവർക്ക് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായി. ഇപ്പോൾ അവർക്ക് അമേരിക്കയുടെ സപ്പോർട്ടാണ്. അവരാണ് ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് ഓടിച്ചു വിട്ടത്. പക്ഷെ അവർ നിങ്ങൾക്ക് ഒന്നിനെ തകർക്കാൻ എളുപ്പമാണ്, വേറെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഏതായാലും അവിടെ ഒരു അമേരിക്കൻ രാജ്യം വരുന്നത് ഇഷ്ടപ്പെടില്ലല്ലോ, സന്മാർട്ട് ചാനലിൽ. അപ്പോൾ അതെന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ്. അന്നൊന്ന് നമ്മൾ കൗതുകത്തോടു കൂടി നോക്കിയാൽ ഒമാൻ എന്ത് ചെയ്യും? കാരണം എന്ത് കോംപ്രമൈസ് ആയി ജമാഅത്തെ ഇസ്ലാമിക്കാൻ അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹിബിൻ്റെ കയ്യിൽ നിന്ന് വേണ്ടത് സഹായം കിട്ടിയില്ല. അത് ക്രൈസിസിലേക്ക് നീങ്ങി. എൻ്റെ ഏറ്റവും വലിയ വിഷമം, നമ്മൾ കേരളത്തിൽ പോലും ഈ നാവികളെ സപ്പോർട്ട് ഇവന്മാരെ വീരനായകന്മാരാക്കി വാഴ്ത്തുന്ന പത്രങ്ങളും TV-കളും YouTube ചാനലുകളും ഉണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച സമയത്ത് അതിനെ കൈയടിച്ച നാളുകളുണ്ട് ഇവിടെ. അവർ ഇന്ത്യക്കാരാണ്. മോഡിയെക്കാട്ടും വലിയ ദേശീയത പറയുന്നവരാണ്. മനസ്സിലായോ?
തിരിച്ചു പോക്കുണ്ടാകുമോ ബംഗ്ലാദേശിൽ? അതൊന്നും പറയാൻ പറ്റില്ല. നീ ഉഗാണ്ടയിൽ പോകാൻ, നീ അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഉഗാണ്ടയിൽ പോകാൻ ആഗ്രഹിക്കുന്നു? അമേരിക്കയിൽ അമേരിക്ക കുഴപ്പമില്ലടേ, ഭേദപ്പെട്ട രാജ്യമാണ്. നമുക്ക് അവരുമാർക്ക് അവരുടെ അജണ്ട ഉണ്ട്, നമുക്കെതിരെ അവർ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നൊക്കെ ശരിയാണ്. ഇവിടെ അവരുടെ മതം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക ജീവിക്കാൻ പറ്റിയ രാജ്യം, ജനാധിപത്യ രാജ്യം, സപ്പോർട്ടാണ്. നല്ല ലൈഫ് സ്റ്റൈലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും അമേരിക്ക. നമ്മൾ എതിർക്കുമ്പോഴും അമേരിക്കക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. നീ ഉഗാണ്ടയിൽ പോകാൻ ആഗ്രഹിക്കുന്നു? കണ്ടിട്ട് വരാം. കണ്ടിട്ട് വരാൻ എല്ലാവരും താമസിക്കാൻ ആഗ്രഹിക്കുന്നു. താമസിക്കാനെ കുറിച്ച് ധാരണ കുറവുണ്ട്. നീ ഉഗാണ്ടയെ പറ്റി അറിയില്ലേ? വാണ്ട, എത്യോപ്യ. നീ ഇങ്ങനെ, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ജോലി ചെയ്തിരുന്നു. അങ്ങനെയോട് നീ ഇപ്പം ഇങ്ങനെ നടന്നു പോകാണ്, നിന്റെ കയ്യിൽ വാച്ച് ഉണ്ട് വിചാരിച്ചോ, അമ്മമാർക്ക് ഈ വാച്ച് ഊരിയെടുക്കാൻ സമയം ഉണ്ടാകില്ല, കൈയോടെ വെട്ടിക്കൊണ്ടു പോണോ? അമേരിക്കയിൽ ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ബാസ്റ്റാർഡ്സിന് ഭരണം കിട്ടി. എന്നാൽ ബാസ്റ്റാർഡ്സിനെ സപ്പോർട്ട് സായിപ്പ് കുറക്കണല്ലേ. സായിപ്പ് മറ്റേത് ഡീലാകാതെ സായിപ്പും ചെയ്യില്ല. അപ്പം എന്ത് ചെയ്തു? സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. അതിനിടയിൽ ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതായത് നമ്മൾ ഇവിടെയുള്ള ചില ചാനലുകൾ അതിനെ അപ്ലോസ് ചെയ്തിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കാൻ കാരണം അവർ പറയുന്നത് വിതച്ചത് കൊരു. ഷെയ്ഖ് ഹസീൻ എന്താ ചെയ്തത്? അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ, അവരുടെ വാപ്പ ഉൾപ്പെടെ ആളുകളെ കൂട്ടക്കൊല ചെയ്ത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്തയില്ലാത്ത നേതാക്കന്മാരിൽ ചില ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവന്മാരെന്ത് ചെയ്തു? അവർ എന്ത് ചെയ്തു? ഇല്ല, തൂക്കിക്കൊന്നു, വിചാരണ നടത്തി. അതാണ് ഒപ്പം നടത്തുന്നത്. ഇതെന്താണ്? ഇത് കുറേ പ്രതിവിപ്ലവകാരികൾ അമേരിക്കയുടെ സഹായത്തോടു കൂടി വിപ്ലവം നടത്തി ഷെയ്ഖ് ഹസീന എന്നുള്ള വലിയ ദേശീയവാദിയായ നേതാവിനെ ഇന്ത്യയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അവർക്ക് വധശിക്ഷ വിധിച്ചു. അതങ്ങനെ ഒരുമിക്കാൻ അപ്പോൾ നമ്മൾ ഈ നാളുകളൊക്കെ ഇവിടെ നിന്ന് വലിയ ദേശീയത അതും ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയല്ലേ അവന്മാർ കള്ളന്മാരാണ്. അതിൽ ഏറ്റവും വലിയ തെളിവാണിത്. ഷെയ്ഖ് ഹസീന ഈസ് എ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. എ ഫാദർ വാസ് ഓൾസോ എ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി. അദ്ദേഹത്തെ കുടുംബത്തെ കൊന്ന ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് ഓടിച്ച് അവർക്ക് വധശിക്ഷ വിളിച്ചാൽ നിങ്ങളിവിടുന്ന് നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദേശസ്നേഹം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. കുറച്ച് നാളുകളായിട്ട് ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ വിപ്ലവം നടന്ന മണ്ണുകളെല്ലാം ഇത്തരത്തിൽ കഷ്ടപ്പാട്, സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും പോവുകയാണല്ലോ. അത് ഈ വിപ്ലവം ഒന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്യും. മനസ്സിലായോ? അത് തോറ്റാൽ എങ്ങനെ, ജയിച്ചാൽ എങ്ങനെ, ഏറ്റവും സ്വല്ല് പ്ലാൻ ചെയ്ത് പോകും. ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല. നീ സെക്രട്ടറിയേറ്റ് വരുമ്പോൾ സത്യാഗ്രഹം ഒരു പട്ടി പോയി തിരിഞ്ഞു നോക്കിയല്ല. ഒരു പയ്യൻ അവിടെ സത്യാഗ്രഹം നടക്കുന്നുണ്ടല്ലോ, നിന്റെ നാട്ടുകാർ ആരെയും ഇപ്പം തിരിഞ്ഞു നോക്കുന്നു? പെണ്ണിട്ട് പോയി അവരുണ്ടോ? അതുപോലെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ അദ്ദേഹം വലിയ ശക്തികൾ പ്ലാൻ ചെയ്യും, ഈ ഇല്ലുമിനാറ്റിയൊക്കെ പോലെയുള്ള, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പ്ലാൻ ചെയ്യും. വെറുതെ സമരം ചെയ്തിട്ടൊന്നും നടക്കാൻ പറ്റില്ല. അല്ല അമേരിക്കനായി ഇവരുടെ സപ്പോർട്ടോ? അമേരിക്ക ഇവർ ഈ രണ്ട് ഈ വിപ്ലവങ്ങൾ മുഴുവൻ നടക്കുന്നത് ഒന്നെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലെ, അതെങ്ങനെയാണ്? അത് അമേരിക്കയുടെ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ഒന്ന് വിദ്യാഭ്യാസമൊക്കെ ഇപ്പം കിട്ടി വരുന്നതാണ്. അപ്പോൾ സ്വതന്ത്ര ജനാധിപത്യത്തിൻ്റെ ചിന്തകൾ കൂടി വരും. അപ്പോൾ അതിൻ്റെ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ അതിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വർഷം എന്ന് വെച്ചാൽ ഇപ്പം ലോകം കൂടുതൽ കണക്റ്റഡ് ആണ്. അപ്പോൾ മുസ്ലിങ്ങൾ ലോകത്തെ മൊത്തം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ഫീൽ വരും. അത് തെറ്റായ ഒരു ഫീലിംഗ് ആണ്. അതുപോലെ അമേരിക്കയിൽ എത്ര മുസ്ലിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്, ഇവിടത്തിലെ മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവർ ലോകത്തെല്ലാവരും നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നു. പണ്ടങ്ങനല്ലേ, നമ്മൾ ഭയങ്കര സമാധാനത്തോടെ ഐക്യത്തോടു കൂടി ജീവിച്ചു. ഞങ്ങൾ ഒരു കാലത്ത് ഐക്യത്തോടു കൂടി ജീവിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു ഖലീഫ വേറൊരു ഖലീഫിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഅബയ്ക്ക് തീയിട്ട ആളുകളാണ്. ശബരിമലയ്ക്ക് തീയിട്ട മറ്റു അവസ്ഥയാണ്. മുസ്ലിങ്ങളല്ല, ഇനിയിപ്പോൾ മുസ്ലിങ്ങളല്ലൊക്കെ ഉണ്ട്. കഅബയ്ക്ക് തീയിട്ട ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ആയിരുന്നു, നമ്മളിവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് വൈറ്റ് കോളർ ടെററിസം അങ്ങനെ ഉണ്ടാകുന്നത്. അവന് പട്ടിണീൻ്റെ പ്രശ്നമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മതം പീഡിപ്പിക്കപ്പെടുന്നു, അവരോട് നമ്മൾ ഐക്യപ്പെടണം. അപ്പോൾ അങ്ങനെയുള്ള കൗണ്ടർ ചോദ്യങ്ങളും ഇല്ല അവന്. ഇത് കണ്ട് ഈ വിഷ്വൽ മീഡിയയുടെ ഇമ്പാക്റ്റും പ്ലസ് മുസ്ലിംസിനിടെ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയിരുന്നതിനെ കൊണ്ട് വിദ്യാഭ്യാസം കിട്ടുന്നത് പോസിറ്റീവാണ്. ഇപ്പം മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ആദ്യഘട്ടം പോസിറ്റീവായിരുന്നു. പിന്നെയാണ് ഈ ഇസ്ലാമിക് ബ്രദർഹുഡ് പോലുള്ള സംഘടനകൾ അത് ഹൈജാക്ക് ചെയ്തത്. പിന്നെ അത് കൗണ്ടർ പ്രൊഡക്റ്റീവായി. പിന്നെ അത് അമേരിക്കയുടെ കയ്യിലൊരു ആയുധമായി മാറും. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിനിടയ്ക്ക് ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലേ. അതിനിടയ്ക്ക് ഈ നാളുകളെന്തോ യൂറോ ഫൈറ്റർ വിമാനം മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിമാനത്തിൽ അടിച്ചിടെ അവിടെ എന്നാൽ പാകിസ്ഥാനല്ലേ ഏറ്റവും വലിയ ബംഗ്ലാദേശ് അല്ല കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നു ചില വിമാനങ്ങൾ. പാകിസ്ഥാൻ്റെ യൂറോ ഫൈറ്റർ അവിടെ നിന്ന് മേടിക്കാം. പാകിസ്ഥാൻ്റെ കയ്യിൽ ഇല്ലെന്ന് തോന്നുന്നു യൂറോ ഫൈറ്റർ. നമ്മൾ റഫേൽ മേടിച്ചപ്പോൾ പരിഗണിച്ച വേറെ വിമാനമാണ് യൂറോ ഫൈറ്റർ. നല്ല ഫൈറ്റർ വിമാനം. പക്ഷേ യുദ്ധം ചെയ്യണം, അത് മാത്രം പോരാ, കയ്യിൽ കാശും കൂടി വേണം. ബംഗ്ലാദേശ് ഭയങ്കര അട്ട കെയോസിലേക്ക് പോവുകയാണ്. അത് കെയോസിലേക്ക് തന്നെ പോകും. ഒന്നെങ്കിലും അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടണം, അല്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്യും നോക്കിക്കൊണ്ടിരിക്കും. അവസാനം അടിച്ച് പോകുമ്പോൾ 10 കഷ്ണമാകുമ്പോൾ അമേരിക്ക അതിൽ കഷ്ണം എടുത്തു പോകും. അതാണ് നടക്കാൻ പോകും. നമുക്ക് തലവേദന. നമ്മളിപ്പോൾ ഒരു ബോർഡർ കൂടി ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ പ്രശ്നം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.